ഹായ്, നമ്മൾ അടുത്ത ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വേർട്ടെക്സ് കട്ട്സ് ആൻഡ് എഡ്ജ് കട്ട്സ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ സബ്സെറ്റ് വി ഡാഷ് ഓഫ് ദി വേർട്ടെക്സ് സെറ്റ് വി ഓഫ് ജി ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് ജി ഈസ് എ വേർട്ടെക്സ് കട്ട് ഓഫ് ജി ഇഫ് ജി മൈനസ് വി ഡാഷ് ഈസ് ഡിസ്കണക്റ്റഡ്. അതായത് ഒരു കണക്റ്റഡ് ഗ്രാഫ് ജി നമ്മൾ എടുത്തു, അതിലെ വേർട്ടെക്സ് സെറ്റിൻ്റെ വേർട്ടെക്സുകളുടെ കളക്ഷനാണ് വേർട്ടെക്സ് സെറ്റിനാണ് നമ്മൾ വി ഓഫ് ജി എന്ന് പറയുന്നത്. അതിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള വി ഡാഷ് നമ്മൾ എടുത്തു, വി ഡാഷ് ഓഫ് ജി. ഈ വി ഡാഷിന് നമ്മൾ വേർട്ടെക്സ് കട്ട് ഓഫ് ജി എന്ന് പറയണമെങ്കിൽ ജി മൈനസ് വി ഡാഷ്, ഗ്രാഫിൽ നിന്ന് ജിയിൽ നിന്ന് വി ഡാഷ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തായി മാറണം? ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറണം. അതുകൊണ്ട് നമ്മളിവിടെ കണക്റ്റഡ് ഗ്രാഫ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ജി മൈനസ് വി ഡാഷ് സബ്സെറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കണം. ഇറ്റ് ഈസ് എ കെ വേർട്ടെക്സ് കട്ട്. നമ്മൾ കെ വേർട്ടെക്സ് കട്ട് ആണെങ്കിൽ, കെ വേർട്ടെക്സ് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് മോഡുലസ് ഓഫ് വി ഡാഷ്, അതായത് വി ഡാഷിലെ വേർട്ടിസസുകളുടെ എണ്ണം എത്ര ആയിരിക്കും? കെ ആയിരിക്കും. മോഡുലസ് ഓഫ് വി ഡാഷ് എന്ന് പറഞ്ഞത് കെ ആയിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയാം? അതായത് ആ വി ഡാഷ് ഡിലീറ്റ് ചെയ്തിട്ടാണല്ലോ നമുക്ക് എന്ത് കിട്ടിയത്? വേർട്ടെക്സ് കട്ട് കിട്ടിയത്. സോ കെ വേർട്ടെക്സ് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സബ്സെറ്റിലെ വേർട്ടിസസുകളുടെ എണ്ണമാണ്. ഓക്കെ, വി ഡാഷ് ഈസ് ദെൻ കോൾഡ് എ സെപ്പറേറ്റിംഗ് സെറ്റ് ഓഫ് വേർട്ടിസസ് ഓഫ് ജി. ഇനി നമ്മൾ വി ഡാഷ് നമ്മൾ വിളിക്കുന്നത് ജിയിലെ വേർട്ടിസസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സെറ്റ് എന്നാണ്. ഓക്കെ, സെപ്പറേറ്റിംഗ് സെറ്റ് ഓഫ് വേർട്ടിസസ് ഓഫ് ജി എന്നാണ്. ഇനി എ വേർട്ടെക്സ് വി ഓഫ് ജി ഈസ് എ കട്ട് വേർട്ടെക്സ് ഓഫ് ജി ഇഫ് സെറ്റ് വി ഈസ് എ വേർട്ടെക്സ് കട്ട് ഓഫ് ജി. ഇനി നമ്മൾ ഒരു വേർട്ടെക്സിനെ, ഇത് വേർട്ടെക്സുകളുടെ കളക്ഷനാണ്, ഇനി ഒരു സെറ്റ് അല്ല, ഒരു വേർട്ടെക്സ്, സെറ്റല്ല, ഒരു വേർട്ടെക്സ് വീനെ നമ്മൾ ഗ്രാഫ് ജിയിൽ, അതിന് നമ്മൾ കട്ട് വേർട്ടെക്സ് എന്ന് പറയണമെങ്കിൽ സെറ്റ് വി എന്തായിരിക്കണം? അതിൻ്റെ വേർട്ടെക്സ് കട്ടായിരിക്കണം. ഓക്കെ, വേർട്ടെക്സ് കട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വി, ഒരു ഗ്രാഫിൽ നിന്ന് ആ ഒരു വി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തായി മാറണം? ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറണം. ഓക്കെ, ഇനി സിമിലർ ഡെഫിനിഷൻ തന്നെയാണ് എഡ്ജ് കട്ടിനുള്ളത്. അതായത് നിങ്ങൾ നോക്കുക, ഒരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിനെ നമ്മൾ എന്ത് പറയും? കട്ട് വേർട്ടെക്സ് എന്ന് പറയും. സോറി, ആ വേർട്ടിസസ് നമ്മൾ കട്ട് വേർട്ടെക്സ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് ലെറ്റ് ജി ബി എ നോൺ ട്രിവിയൽ കണക്റ്റഡ് ഗ്രാഫ്. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ ട്രിവിയൽ കണക്റ്റഡ് ഗ്രാഫ്. നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് വേർട്ടിസസ് എടുത്തിട്ടുണ്ട്, എഡ്ജില്ലാത്ത എന്താണ് അവിടെ? ഇതൊരു ഗ്രാഫാണ്. പക്ഷേ ഇവിടെ ഒരു എഡ്ജെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. ഓക്കെ, ഒരു എഡ്ജെങ്കിലും എന്തായാലും വേണം. ലെറ്റ് ജി ബി എ നോൺ ട്രിവിയൽ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് വേർട്ടെക്സ് സെറ്റ് വി ആൻഡ് ലെറ്റ് എസ് ബി എ നോൺ എം ടി സബ്സെറ്റ് ഓഫ് വി. അപ്പോൾ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ട്രിവിയൽ കണക്റ്റഡ് ഗ്രാഫാണ്, അതിലെ വേർട്ടെക്സ് സെറ്റാണ് വി എന്ന് പറഞ്ഞത്. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിയുടെ ഒരു നോൺ എം ടി സബ്സെറ്റാണ്. ഫോർ എസ് ബാർ ഈക്വൽ ടു വി മൈനസ് എസ്. എസ് ബാർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വി മൈനസ് എസ് ആണ്. വേർട്ടെക്സ് സെറ്റുകളുടെ കളക്ഷനിൽ നിന്ന് ഈ സബ്സെറ്റ് ഡിലീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? എസ് ബാർ എന്ന് പറഞ്ഞത്. ലെറ്റ് എസ് ബാർ ക്ലോസ് ഇൻ്റർവൽ എസ് കോമ എസ് ബാർ ഡിനോട്ട്. ഇനി ക്ലോസ് ഇൻ്റർവൽ എസ് ബാർ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ എഡ്ജസ് ഓഫ് ജി ദാറ്റ് ഹാവ് വൺ ആൻഡ് വേർട്ടെക്സ് ഇൻ എസ് ആൻഡ് ദി അതർ ഇൻ എസ് ബാർ. അതായത് എസ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വേർട്ടിസസിൻ്റെ കളക്ഷനിൽ നിന്ന് എസ് എന്ന് പറഞ്ഞ സബ്സെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർട്ടെക്സുകളുടെ സബ്സെറ്റ് തന്നെയാണ്. ആ എസ്സിനെ ഡിലീറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എസ് ബാർ എസ് എന്താവില്ല? ഈക്വൽ ആവില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് എസ് ബാർ എന്ന് പറയുന്നത് എങ്കിൽ എസ് ബാർ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു എഡ്ജ് എടുത്തു, ഇതിൽ ഒരു എൻഡ് എവിടെ ആയിരിക്കണം? എസ്സിലും ഒരു എൻഡ് എസ് ബാറിലും ആയിരിക്കണം. ഓക്കെ, ഒരു എൻഡ് എസ്സിലും ഒരു എൻഡ് എസ് ബാറിലേക്ക് ഒരു എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഡ്ജിൽ രണ്ട് വേർട്ടിസസ് ഉണ്ടാവുക. അപ്പോൾ ഒരു വേർട്ടിസസ് എസ്സിലും ഒരു വേർട്ടെക്സ് എവിടെ വേണം? എസ് ബാറിലും വേണം. ഓക്കെ, എ സെറ്റ് ഓഫ് എഡ്ജസ് ഓഫ് ജി ഓഫ് ദി ഫോം എസ് ബാർ. അപ്പോൾ എഡ്ജസിൻ്റെ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജിയിലെ എല്ലാ സെറ്റ് ഓഫ് എഡ്ജസിൻ്റെയും ഫോം എന്തായിരിക്കും? എസ് ബാറിലായിരിക്കും. കാരണം ഒരു എഡ്ജിൽ ഒരു ഭാഗം എസ്സിലും ഒരു ഭാഗം എസ് ബാറിലാണ്. അപ്പോൾ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുക എസ് ബാർ എന്ന് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഈസ് കോൾഡ് ആൻ എഡ്ജ് കട്ട്. അതിന് നമ്മൾ എഡ്ജ് കട്ട് എന്ന് വിളിക്കണമെങ്കിൽ എസ് ബാർ ഈസ് കോൾഡ് ആൻ എഡ്ജ് കട്ട് ഓഫ് ജി. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എഡ്ജ് കട്ട് ഓഫ് ജി എന്ന് വിളിക്കുക. അതായത് ഒന്ന് എസ്സിലും ഒന്ന് എസ് ബാറിലുമുള്ള എഡ്ജുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എഡ്ജ് കട്ട് എന്ന് പറഞ്ഞത്. അതായത് ആ എഡ്ജ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു എൻഡ് എസ്സിലും ഒരു എൻഡ് എസ് ബാറിലുമുള്ള ആ എഡ്ജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തായിട്ട് മാറും? ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറും. ആൻഡ് എഡ്ജ് ഇ, ഇനി ഒരു എഡ്ജ് ഇനെ നമ്മൾ കട്ട് എഡ്ജ് എന്ന് പറയണമെങ്കിൽ ഇഫ് സെറ്റ് ഇ ഈസ് ആൻ എഡ്ജ് കട്ട് ഓഫ് ജി. ആ സെറ്റ് ഇ എന്ന് പറഞ്ഞത് എഡ്ജ് കട്ടായിരിക്കണം. അപ്പോൾ എഡ്ജ് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ എഡ്ജിനെ വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതേപോലെ കട്ട് വേർട്ടെക്സ്
കട്ട് വേർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വേർട്ടെക്സിന് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഒരു കട്ട് എഡ്ജും അതേപോലെ കട്ട് വേർട്ടെക്സും രണ്ടും നമ്മൾ ഒരൊറ്റ സെറ്റ് വെച്ചിട്ട് ഒരൊറ്റ എലമെൻറ്റ് വെച്ചിട്ട് ഒരു എഡ്ജ് അല്ലെങ്കിൽ ഒരു വേർട്ടെക്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. വേർട്ടെക്സ് കട്ടും എഡ്ജ് കട്ടും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് വെച്ചിട്ടാണ്. സെറ്റ് ഓഫ് ഓൾ വേർട്ടെക്സ് അതേപോലെ സെറ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് പറയാം എഡ്ജസ്. ഓക്കെ, അത് ആ രണ്ട് കൺസെപ്റ്റ് എന്തായാലും മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവരുത്. ഇനി ആൻ എഡ്ജ് കട്ട് ഓഫ് കാർഡിനാലിറ്റി കെ ഈസ് കോൾഡ് എ കെ എഡ്ജ്. ഇനി എഡ്ജ് കട്ടിൻ്റെ കാർഡിനാലിറ്റി കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാർഡിനാലിറ്റി കെ ആയിട്ടുള്ള എഡ്ജ് കട്ടുകളെ നമ്മൾ എന്ത് വിളിക്കും? കെ എഡ്ജ് കട്ട് ഓഫ് ജി എന്ന് പറയും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 2 എഡ്ജ് ഡിലീറ്റ് ചെയ്താലാണ് നമ്മുടെ ഗ്രാഫ് എന്താവുന്നത്? ഡിസ്കണക്റ്റഡ് ആണ്. സോ നമുക്ക് അവിടെ കാർഡിനാലിറ്റി എന്താണ്? 2 ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം? 2 എഡ്ജ് എന്ന് പറയാം. ഓക്കെ, 2 എഡ്ജ് കട്ട് എന്ന് പറയാം. 2 എഡ്ജ് കട്ട്. ഇനി അടുത്ത് നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ്. സോ നോക്കാം, V1 V2 V3 V4 V5 V6 അത്രയാണ് നമുക്ക് വേർട്ടീസസ് തന്നിരിക്കുന്നത്. എഡ്ജസ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല. എഡ്ജസ് നമ്മൾ V1 V2 ഒരു എഡ്ജാണ്, അതേപോലെ V2 V3 ഒരു എഡ്ജാണ്, അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. E1 E2 ഒന്നും കൊടുത്തിട്ടില്ല. സോ നമുക്ക് നോക്കാം. ഫോർ ദി ഗ്രാഫ് ഓഫ് ഫിഗർ 3.2 V2 ആൻഡ് V3 V4 ആർ വേർട്ടെക്സ് കട്ട്. നോക്കാം, നമുക്കിപ്പോൾ ഈ V2നെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. V2നെ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ ഗ്രാഫ് എന്തായി മാറി? ഡിസ്കണക്റ്റഡ് ആയി മാറി അല്ലേ? V2നെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഞാൻ ഗ്രാഫ് ഇപ്പുറത്ത് വരയ്ക്കാം. ഇത് V1, V2നെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. V2നെ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ എഡ്ജ് ഓൾറെഡി പോയി. ദെൻ ഇവിടെ V3 V5 V4 V6 ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഗ്രാഫ് ഉണ്ടാവും. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എഡ്ജും പോവും, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എഡ്ജും പോവും. കാരണം എന്താ? നമ്മുടെ V2 എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ല. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്തായി? ഡിസ്കണക്റ്റഡ് ആയി. അപ്പോൾ സെറ്റ് V2 എന്ന് പറഞ്ഞത് എന്താണ്? ഒരു വേർട്ടെക്സ് കട്ടാണ്. ഇനി അതേപോലെ V3 V4 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കാം, V3 ഇതാ V4. അപ്പോൾ V3നെ മാത്രം ഡിലീറ്റ് ചെയ്തു. V3 മാത്രം ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ സെറ്റ് നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുമോ നോക്കാം. അപ്പോൾ ഇതാണ് V1 V2. ഞാൻ ജസ്റ്റ് വേർട്ടിസസ് ഡിനോട്ട് ചെയ്യുന്നില്ല, ഞാൻ വരച്ച് പോകണുള്ളൂ കേട്ടോ. V3നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഇങ്ങനെ വരും. ഓക്കെ, അതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവില്ല. കാരണം ഇവിടുത്തെ എഡ്ജ് പോയി. കാരണം V3 ആണ് നമ്മൾ ഡിലീറ്റ് ആയി പോകുന്നത്. അതേപോലെ ഇവിടുത്തെ എഡ്ജും പോവും, അതേപോലെ ഇവിടുത്തെ എഡ്ജും പോവും. ഓക്കെ, നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് അല്ല. അതുകൊണ്ട് നമുക്ക് V3 ഒരു എന്ത് പറയാൻ പറ്റില്ല? വേർട്ടെക്സ് കട്ടാണെന്ന് പറയാൻ പറ്റില്ല. V1 ഡിലീറ്റ് ചെയ്ത് നോക്കാം. V1 ഡിലീറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വേർട്ടെക്സ് കട്ടാവോ? ഇല്ല. സോ V3യും V4ഉം ഒപ്പം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വരും? വേർട്ടെക്സ് കട്ട് വരും. അപ്പോൾ V1 V2 ഇങ്ങനെ വന്നു, V5 V6. ഓക്കെ, ഇത്രേ വരുള്ളൂ. V3 V4 നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ. അപ്പോൾ അതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. സോ നമുക്ക് എന്ത് പറയാം? V2 സെറ്റ് V2 V3 V4 ആർ വേർട്ടെക്സ് കട്ട് എന്ന് പറയാം. ഇനി എഡ്ജ് സബ്സെറ്റ്സ് ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഏതൊക്കെയാണ് അതിൽ എഡ്ജ് കട്ട്സ് ആയിട്ട് വരുന്നത് നോക്കാം. സോ നോക്കാം, V1 V2 എന്ന് പറഞ്ഞാൽ ഈ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്തായി? ഡിസ്കണക്റ്റഡ് ആയി ഇല്ലേ? V1 V2 പറഞ്ഞാൽ ഈ ഒരു എഡ്ജ് നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എന്തായി? ഈ വേർട്ടെക്സ് V1 എന്ന് പറഞ്ഞ വേർട്ടെക്സ് അവിടെ ഉണ്ടാവും. ഇനി വേർട്ടെക്സുകളാണ് കേട്ടോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഈ V1 എന്ന് പറഞ്ഞ വേർട്ടെക്സ് ഉണ്ടാവും, V2 എന്ന് പറഞ്ഞ വേർട്ടെക്സ് ഉണ്ടാവും, പിന്നെ ബാക്കി എല്ലാ എഡ്ജസും ഉണ്ടാവും. ഓക്കെ, ഈ ഒറ്റ എഡ്ജ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഡിലീറ്റ് ചെയ്ത് കളയുള്ളൂ. അപ്പോൾ അതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ഇനി അതേപോലെ V3 V5ഉം V4 V3 V5 മാത്രം ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അത് V3 V5 മാത്രം ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരിക? ഇവിടെ വേർട്ടിസസ് ഉണ്ടാവും കേട്ടോ, എഡ്ജാണ് ഉണ്ടാവുക. V3 V5 മാത്രം ഡിലീറ്റ് ചെയ്തു, അതായത് ഇവിടെയുള്ള ഈ എഡ്ജ് മാത്രം ഡിലീറ്റ് ചെയ്തു. അത് ഡിലീറ്റ് ചെയ്ത് വിചാരിച്ച് നമുക്ക് പ്രത്യേകിച്ച് ആ ഗ്രാഫിനൊന്നും സംഭവിക്കില്ല, ഡിസ്കണക്റ്റഡ് ആവില്ല. അതിൻ്റെ കൂടെ V4 V5 ഇതും കൂടി ഉണ്ട് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ എന്തായി പോവും? അപ്പോൾ ഇവിടെ V5 ഉണ്ടാവും. ഓക്കെ, വേർട്ടിസസ് അവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ V5 ഉണ്ടാവും. അപ്പോൾ അതെന്തായി? ഡിസ്കണക്റ്റഡ് ഗ്രാഫായി. ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം. ഓക്കെ, ഇനി V4 V6 ഏതാ? ഇതാണ് ഈ ഒരു സെക്ഷൻ. അപ്പോൾ നിങ്ങൾ നോക്കാം, V4 ഇവിടെ വരും, V6. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എഡ്ജാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതെന്തായി? ഡിസ്കണക്റ്റഡ് ഗ്രാഫായി. അപ്പോൾ അത്രയും ഭാഗമാണ് എന്ത് വരുന്നത്? എഡ്ജ് കട്ട്സ് ആയിട്ട് വരുന്നത്. V2 ഈസ് എ കട്ട് വേർട്ടെക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഒരൊറ്റ വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതിലിപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്? വേർട്ടെക്സ് കട്ട് വരുന്നത്. ഇതിൽ ഒരൊറ്റ വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് ആകെ എന്തേ വരുന്നുള്ളൂ? V2 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ V2 ആണ് കട്ട് വേർട്ടെക്സ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് V1 ഇവിടെ നമ്മൾ നോക്കാം, എഡ്ജസിൻ്റെ കേസ് നോക്കുമ്പോൾ
ഇത് 2 എഡ്ജസ് ഡിലീറ്റ് ചെയ്യണം. ഇവിടെ ഒറ്റ എഡ്ജസും ഇത് ഒറ്റ എഡ്ജുമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, V1 V2 V4 V6 നമ്മുടെ എന്താണ് കട്ട് എഡ്ജാണ് പറയാം. അപ്പോൾ ഒരൊറ്റ വേർട്ടെക്സോ അല്ലെങ്കിൽ ഒറ്റ എഡ്ജോ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, കളയുമ്പോൾ ഡിസ്കണക്റ്റഡ് ആവണതിനെ നമ്മൾ എന്ത് പറയുക, കട്ട് എഡ്ജ് എന്നും കട്ട് വേർട്ടെക്സ് എന്നും പറയും. അപ്പോൾ 2 കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി പോകരുത്. ഓക്കെ, ഇനി ഫോർ ദി എഡ്ജ് കട്ട് V3 V5 V4 V5 വി മേ ടേക്ക് S ഈക്വൽ ടു, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കാം V3 V5 V4 V5 ആണ്. ഈ രണ്ടെണ്ണുള്ളതിൽ നോക്കാം. നമ്മൾ എഡ്ജ് കട്ടിൻ്റെ വേറൊരു ഡെഫിനേഷൻ പറഞ്ഞല്ലോ. ഇതിപ്പോൾ നമ്മൾ ഡിസ്കണക്റ്റഡ് ആവുന്ന രീതിയിലാണ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി വേറൊരു ഡെഫിനേഷൻ പറഞ്ഞു, S ബാർ എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽ എലമെൻ്റ് ആയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ V3 V5 V4 V5 ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ V5ന് എന്ത് ചെയ്യുക, എലമെൻറ്റ് ഓഫ് S എന്ന് എടുക്കുക. V3 V4 എലമെൻറ്റ് ഓഫ് എവിടത്തെയാണ് S ബാർ എടുക്കുക. സോ ഒരു V3 V5 V4 V5 ഒരു എൻഡ് V5 എസ്സിലും ആയി, ഒരെൻ്റെ എവിടെ S ബാറിലും ആയി. ഓക്കെ, അങ്ങനെയാണ് S ബാർ എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റിൽ നമ്മുടെ ഡെഫിനേഷൻ പറയുന്നത്. ഓക്കെ, അടുത്ത തിയറാണ് എ വേർട്ടെക്സ് V ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് G വിത്ത് അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ് is a cut vertex of G if and only if there exist vertices U and W of G distinct from V such that V is in every UW path in G. ഓക്കെ, നമുക്ക് നോക്കാം. പറയുന്നത് എന്താ വെച്ചാൽ എ വേർട്ടെക്സ് V ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് G, ഒരു വേർട്ടെക്സ് V എന്ന് പറഞ്ഞത് ഒരു ഗ്രാഫ് കണക്റ്റഡ് ഗ്രാഫ് Gയിലെ വേർട്ടെക്സ് ആണ്. വിത്ത് അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ്. ആ G എന്ന് പറഞ്ഞ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ, അതിൽ അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ് എങ്കിലും ഉണ്ടാവും. ഓക്കെ, 3 വേർട്ടിസസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കും. ഇസ് എ കട്ട് വേർട്ടെക്സ് ഓഫ് G. അതിൽ ആ കണക്റ്റഡ് ഗ്രാഫ് G വിത്ത് അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ്, ഈ വേർട്ടെക്സ് V എന്ന് പറഞ്ഞത് അതിൻ്റെ കട്ട് വേർട്ടെക്സ് ആണെങ്കിൽ if and only if there exist a vertices U and W of G distinct from V such that V is in every UW path in G. അപ്പോൾ നമ്മൾ പറയുന്നത്, ഞാൻ ജസ്റ്റ് പറയാം നിങ്ങളോട്, ഒരു ഗ്രാഫ് നമ്മൾ എടുത്തു, അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ് എങ്കിലും ആ ഗ്രാഫിലുണ്ടാവും. നമ്മളിപ്പോൾ ഒരു V എന്ന് പറഞ്ഞ ഒരു വേർട്ടെക്സ് എടുത്തു, ആ വേർട്ടെക്സ് നമ്മൾ കട്ട് വേർട്ടെക്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അത് കട്ട് വേർട്ടെക്സ് ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താ, ഒരു W, ഇത് U ആണ്, അത് V ആണ്. ഇനി ഇത് UW എന്ന് പറഞ്ഞ വേറൊരു വേർട്ടിസസ് എടുക്കുക. ദർ എക്സിസ്റ്റ് U ഉം W എന്ന് പറഞ്ഞാൽ വേറെ 2 Gയിലുള്ള തന്നെ 2 വേർട്ടിസസ് എടുത്തു. അതെന്താണ്, വിനോട് ഈക്വൽ അല്ല, വിനോട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ V ഈസ് ഇൻ എവരി UW പാത്ത്. ഈ V എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളെടുത്ത ആ കട്ട് വേർട്ടെക്സ് ആണെന്ന് പറഞ്ഞാൽ ആ V ഉണ്ടല്ലോ, ആ V ഈ UW പാത്തിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുകയെന്ന്. ഏത് UW പാത്ത് എടുത്താലും അതിൽ എന്തുണ്ടായിരിക്കും, ഈ നമ്മൾ കട്ട് വേർട്ടെക്സ് ആണെന്ന് പറഞ്ഞ് എടുത്ത ആ V ഉണ്ടല്ലോ, ആ V ഇതിൻ്റെ UW പാത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 കേസ് പ്രൂവ് ചെയ്യാണ്ട്, ഒന്ന് കട്ട് വേർട്ടെക്സ് ആണെങ്കിൽ അത് പാത്തിൽ UW പാത്തിലുണ്ടെന്നും, മറ്റെന്താ UW പാത്തിൽ ഉണ്ടെങ്കിൽ അത് കട്ട് വേർട്ടെക്സ് ആണെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യാം ഇഫ് V is a കട്ട് വേർട്ടെക്സ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് സപ്പോസ് ചെയ്തു, V എന്ന് പറഞ്ഞത് കട്ട് വേർട്ടെക്സ് ആണെന്ന്. അപ്പോൾ കട്ട് വേർട്ടെക്സിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, G - V. ഗ്രാഫ് Gയിൽ നിന്ന് ആ Vനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിട്ട് കിട്ടും. ആൻഡ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 കമ്പോണൻസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 കമ്പോണൻസ് കിട്ടി. ഓക്കെ, അതായത് ഒരു ഗ്രാഫിനെ നമ്മളൊരു കണക്റ്റഡ് ഗ്രാഫ് എടുത്തു. നിങ്ങൾ നോക്കാം, ഞാൻ ജസ്റ്റ് വരയ്ക്കാം. ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കുന്നത് കേട്ടോ. ഒരു കണക്റ്റഡ് ഗ്രാഫ് എടുത്തു. ഇതിപ്പോൾ ഇതാണ് V എന്ന് വിചാരിക്കാം. ഈ V എന്ന് പറഞ്ഞ കട്ട് വേർട്ടെക്സ് ആണ്. കട്ട് വേർട്ടെക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് G എന്ന് പറഞ്ഞ ഗ്രാഫാണ്. ഈ Gയിൽ നിന്ന് V എന്ന് പറഞ്ഞ വേർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ എന്താവും, ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് പോയിട്ട് ആകെ ഈ ഒരു 2 വേർട്ടെക്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 2 കമ്പോണൻറ്റ് കിട്ടി ഇല്ലേ, ആകെ അറ്റ്ലീസ്റ്റ് 2 കമ്പോണൻസ്. അറ്റ്ലീസ്റ്റ് 2 കമ്പോണൻസ് നമുക്ക് എന്തായാലും ഉണ്ടാവും. ഹാസ് അറ്റ്ലീസ്റ്റ് 2 കമ്പോണൻസ് G1 ആൻഡ് G2. അതിന് നമ്മൾ G1 ഉം G2 എന്നും വിളിച്ചു. ടേക്ക് U എലമെൻറ്റ് ഓഫ് V ഓഫ് G1 ആൻഡ് W. നമ്മൾ ഇനി 2 വേർട്ടിസസ് വേറെ എടുക്കണമല്ലോ. ആ 2 വേർട്ടിസസ് എടുത്താലേ നമുക്ക് അതിൻ്റെ പാത്തിൽ ഈ V ഉണ്ടാവുള്ളൂ എന്ന് പറയുള്ളൂ. സോ U എന്ന് പറഞ്ഞത് G1ലെ വേർട്ടിസസ്. ഫസ്റ്റ് ഇവിടെ 2 കമ്പോണൻറ്റ് ഉണ്ടായില്ലേ, ഈ 2 കമ്പോണൻറ്റിൽ ഇതിൽ ഉള്ളതാണ്. ഇത് G1 എന്നും ഇത് G2 എന്നും നമ്മൾ എടുത്തു. ഇതിലുള്ള എലമെൻ്റ് ആണ് എന്ത്, U എന്ന് പറയുന്നത്. G2ലുള്ള എലമെൻ്റ് ആണ് എന്ത്, W എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ദെൻ എവരി UW പാത്ത് ഇൻ G മസ്റ്റ് കണ്ടെയ്ൻ V ആസ് അതർവൈസ് U ആൻഡ് W വുഡ് ബിലോങ് ടു ദി സെയിം കമ്പോണൻറ്റ്. നമുക്ക് എന്ത് പറയാം, ഈ Uവും Vയും Uവും Wയും തമ്മിൽ നമ്മളൊരു പാത്ത് വരയ്ക്കുകയാണ്. ഈ UW പാത്തിൻ്റെ ഉള്ളിൽ V എന്ന് പറഞ്ഞ എലമെൻറ്റ് എന്തായാലും വേണം.
അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ യുവും ഡബ്ല്യൂയും സെയിം കമ്പോണൻറ്റിലായിരിക്കും എന്ന് പറയാൻ പറ്റും. സെയിം കമ്പോണൻറ്റിലല്ല, ഡിസ്റ്റിങ്ക്റ്റ് കമ്പോണൻറ്റിലാണ്. ഇപ്പം നമ്മൾ യുവും ഡബ്ല്യൂ എടുത്തത് എന്താണ്, G1 G2 പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് കമ്പോണൻറ്റിലാണ്. അങ്ങനെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റിലാണെങ്കിൽ ഈ യുവും ഡബ്ല്യൂയും തമ്മിൽ നമ്മൾ പാത്ത് വരയ്ക്കുമ്പോൾ ഈ വി എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കണം, ഈ യു ഡബ്ല്യൂ പാത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, യുവും ഡബ്ല്യൂയും സെയിം കമ്പോണൻറ്റിലാണെന്ന് പറയാം. ഓക്കെ, അതർവൈസ് യു ആൻഡ് ഡബ്ല്യൂ വുഡ് ബിലോങ് ടു ദി സെയിം കമ്പോണൻറ്റ് ഓഫ് G മൈനസ് വി. കിട്ടിയില്ലേ? അതായത് ഏത് യു ഡബ്ല്യൂ പാത്ത് എടുത്താലും വി അതിലുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, വി അതിലുണ്ടായിരിക്കും. വി അതിലുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, യുവും ഡബ്ല്യൂയും സെയിം കമ്പോണൻറ്റിലാണെന്ന്. യുവും ഡബ്ല്യൂയും സെയിം കമ്പോണൻറ്റിലാണെങ്കിൽ വിനെ നമുക്ക് എന്തേ പറയാം, വി ഒരു കട്ട് വേർട്ടെക്സ് ആവില്ല. ഓക്കെ, വിച്ച് കോൺട്രഡിക്ഷൻ, ആ കോൺട്രഡിക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, നമ്മൾ കട്ട് വേർട്ടെക്സ് ആണെന്ന് നമ്മൾ കട്ട് വേർട്ടെക്സ് ആണെന്ന് എടുത്തിട്ടാണ് ചെയ്തത്. സോ നമുക്ക് എന്ത് പറയാം, യുവും ഡബ്ല്യൂയും ഒരിക്കലും സെയിം കമ്പോണൻറ്റിൽ വരില്ല. ഏത് യു ഡബ്ല്യൂ എങ്ങനെ നിങ്ങൾ പാത്ത് വരച്ചാലും അതിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് വരിക, വി വരിക. കാരണം എന്താ വെച്ചാൽ യുവും ഡബ്ല്യൂയും സെയിം കമ്പോണൻറ്റിലാണെന്നല്ല നിർത്തി നമ്മൾ സെയിം കമ്പോണൻറ്റിൽ അല്ല നിർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സെയിം കമ്പോണൻറ്റിലാണെങ്കിൽ എന്താവില്ല, വി അതിൻ്റെ ഉള്ളിൽ വരില്ല. വിയും അതിൻ്റെ ഉള്ളിൽ വരും. വി അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ നോക്കാം, നമ്മൾ ഡിഫറെൻറ്റ് കമ്പോണൻ്റ് എടുത്തിട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതാണ് ഒരു ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്, യുവും ഡബ്ല്യൂയും വരുന്നതെന്ന് വിചാരിക്കുക. ഇവ തമ്മിൽ ഏത് പാത്ത് വരച്ചാലും വി ഇതിൻ്റെ നടുവിൽ വരിക എന്ന് പറഞ്ഞാൽ ഈ വീനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫ് എന്തായിരിക്കണം, ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. പക്ഷേ ഈ വീനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മളെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുമോ? ഇതാണ് ഗ്രാഫ് പറഞ്ഞത്, ഇല്ല. സോ നമുക്ക് സെയിം കമ്പോണൻറ്റിൽ ഒരിക്കലും എന്ത് വരില്ല, യു ഡബ്ല്യൂ വരില്ല. കാരണം എന്താ, വി ഒരു കട്ട് വേർട്ടെക്സ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി കോൺവേഴ്സിൽ സപ്പോസ് ചെയ്യാണ് ദാറ്റ് ദി കണ്ടീഷൻ ഓഫ് ദി തിയറം ഹോൾഡ്. അതായത് ഏത് യു ഡബ്ല്യൂ ഏത് യു വി എന്ന് പറഞ്ഞാൽ വേറെ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് വേർട്ടിസസ് എടുത്താലും യു ഡബ്ല്യൂ പാത്ത് എവിടെ ഉണ്ടായിരിക്കും, ജിയിലുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ വി എന്ന് പറഞ്ഞ എലമെന്റ് കൺസിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ സപ്പോസ് ചെയ്തു. ദെൻ ദി ഡിലീഷൻ ഓഫ് വി ഡിസ്ട്രോയ്സ് എവരി യു ഡബ്ല്യൂ പാത്ത് ഇൻ ജി. നമ്മൾ വിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഏത് യു ഡബ്ല്യൂ പാത്തിൽ നിന്നും വിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ആൻഡ് ഹെൻസ് യു ആൻഡ് ഡബ്ല്യൂ ലൈ ഇൻ ഡിസ്റ്റിൻറ്റ് കമ്പോണൻസ് ഓഫ് G മൈനസ് വി. നമുക്ക് ഇതേപോലെ എന്ത് പറയാം, വിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ യുവും ഡബ്ല്യൂയും G മൈനസ് വിൻ്റെ ഡിസ്റ്റിൻറ്റ് കമ്പോണൻറ്റിലാണ് ഉണ്ടാവുക. ദെർഫോർ G മൈനസ് വി ഈസ് ഡിസ്കണക്റ്റഡ്. സോ നമുക്ക് എന്ത് പറയാം, G മൈനസ് വി എന്ന് പറഞ്ഞത് ഡിസ്കണക്റ്റഡ് ആണ് ആൻഡ് വി ഈസ് എ കട്ട് വേർട്ടെക്സ് ഓഫ് G. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നു. വി എന്ന് പറഞ്ഞാൽ കട്ട് വേർട്ടെക്സ് ആണെങ്കിൽ യു ഡബ്ല്യൂ പാത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരിക്കും വി ഉണ്ടാവുക. അതല്ല യു ഡബ്ല്യൂ പാത്ത് എടുത്ത് വി അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ വി എന്ന് പറഞ്ഞത് എന്തായിരിക്കും, കട്ട് വേർട്ടെക്സ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ കട്ട് വേർട്ടെക്സിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഒരു പ്രൂഫ് പറഞ്ഞത്. ഇനി അടുത്തത് കട്ട് എഡ്ജിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നോക്കാം. An edge E equal to xy of a graph G is a cut edge of a connected graph G if and only if E does not belong to any cycle. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുണ്ട്. സോ ആൻ എഡ്ജ് E equal to xy എന്ന് പറഞ്ഞ ഒരു എഡ്ജ് എടുക്കുകയാണെങ്കിൽ ഗ്രാഫ് ജിയിലെ അതൊരു കട്ട് എഡ്ജ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ E എന്ന് പറയുന്നത് ഒരു സൈക്കിൾ ഉണ്ടാവില്ല. E does not belong to any cycle ജിയുടെ ഒരു സൈക്കിളിലും അത് എന്തുണ്ടാവില്ല, ആ E കണ്ടെയ്ൻ ചെയ്യില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, ലെറ്റ് ഇ ബി എ കട്ട് എഡ്ജ് ഓഫ് ജി. നമ്മൾ ഇ എന്ന് പറഞ്ഞത് ഒരു കട്ട് എഡ്ജ് ആണെന്ന് എടുത്തു. ആൻഡ് ലെറ്റ് എസ് എസ് ബാർ ഈക്വൽ ടു ഇ. നമ്മൾ ബൈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് എസ് എസ് ബാർ എന്ന് പറഞ്ഞാൽ ഇ ആണ്. ബി ദി പാർട്ടീഷൻ ഓഫ് വി, വിയുടെ പാർട്ടീഷൻ ആണ്. വിയുടെ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ വേർട്ടിസസ് കളക്ഷൻ ആണ്, ആ വേർട്ടിസസിൻ്റെ കളക്ഷൻ്റെ സബ്സെറ്റ് ആണ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഡിഫൈൻഡ് ബൈ G മൈനസ് ഇ. സോ ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എസ് ആൻഡ് വൈ എലമെൻറ്റ് ഓഫ് എസ് ബാർ. നമ്മൾ ഇ എന്ന് പറഞ്ഞ എഡ്ജിൽ ഒരു വേർട്ടിസസ് എക്സ് ആണെന്നും ഒരു വേർട്ടിസസ് വൈ ആണെന്നും എടുത്തു. ഈ എസ് ബാറിൽ ഉണ്ടെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് എസ് ആണ്, വൈ എലമെൻറ്റ് ഓഫ് എസ് എന്താണ്, എസ് ബാർ ആണ്. ഇഫ് ഇ ബിലോങ് ടു എ സൈക്കിൾ ഓഫ് ജി. ഇനി ഇ എന്ന് പറഞ്ഞത് സൈക്കിളിലാണ് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ദെൻ എസ് ബാർ മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ മോർ എഡ്ജ്. ഓക്കെ, അതായത് ഈ എസ് ബാറിൽ എന്തുണ്ടായിരിക്കും, ഈ അല്ലാതെ വേറെ എലമെൻറ്റ്സും ഉണ്ടായിരിക്കും. എസ് ബാറിൽ എന്തുണ്ടാവില്ല, ഇ എന്ന് പറഞ്ഞാൽ ആ എഡ്ജ് അല്ല വേറെ എഡ്ജസും ഉണ്ടായിരിക്കും. ഓക്കെ, കോൺട്രഡിക്റ്റിംഗ് ദാറ്റ് ഈക്വൽ ടു എസ് ബാർ. ഹെൻസ് ഇ കനോട്ട് ബിലോങ് ടു സൈക്കിൾ. അതായത് എസ് ബാർ എന്ന് പറഞ്ഞാണെങ്കിൽ അതൊരു ഇ എന്ന് പറഞ്ഞത് സൈക്കിളിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എസ് ബാറിലാവില്ല, ഇൻ്റെ രണ്ട് എൻഡ്സ് ഉണ്ടാവണമെന്ന് പറയാൻ പറ്റും. കാരണം സൈക്കിളാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻഡും ഈ ഒരു എൻഡും ഈ ഒരു എൻഡും എടുത്തു. ഓക്കെ, ഈ ഒരു എൻഡും ഈ ഒരു എൻഡും എടുത്തു. ഇതാണ് എസ്, ഇതാണ് എസ് ബാർ എന്ന് വിചാരിക്കുക. ഇത് തമ്മിൽ കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ
കുറേ എൻഡ്സ് എന്തുണ്ടായിരിക്കും എസ് എസ് ബാറിൽ കണ്ടെയ്ൻ ചെയ്യും. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ എന്തെടുത്തിട്ടാണ് കട്ട് എഡ്ജ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ സെറ്റ് ഇ മാത്രമേ എന്തിലുണ്ടാവുള്ളൂ, എസ് എസ് ബാറിൽ ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ. ഹെൻസ് ഇ കനോട്ട് ബിലോങ് ടു സൈക്കിൾ. അപ്പോൾ നമ്മൾ ഈ സൈക്കിൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. സോ നമുക്ക് എന്ത് കിട്ടി, ഇ കനോട്ട് ബിലോങ് ടു സൈക്കിൾ. ഇനി കോൺവേഴ്സ് നമ്മൾ എന്ത് സപ്പോസ് ചെയ്യണം, ഇ ഡസ് നോട്ട് ബിലോങ് ടു എ സൈക്കിൾ. ഈ സൈക്കിൾ ഇല്ല എന്ന് നമ്മൾ സപ്പോസ് ചെയ്യാം. സോ നമ്മൾ അതിന് കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അസ്യൂം ദാറ്റ് ഇ ഈസ് നോട്ട് കട്ട് എഡ്ജ് ഓഫ് ജി. ഈ എന്ന് പറഞ്ഞത് കട്ട് എഡ്ജ് അല്ല എന്ന് വിചാരിക്കാം. ദെൻ ജി മൈനസ് ഇ ഈസ് കണക്റ്റഡ്. ഈ കട്ട് എഡ്ജ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജി മൈനസ് ഇ എന്ന് പറഞ്ഞ് കണക്റ്റഡ് ആണ്. ആൻഡ് ഹെൻസ് ദർ എക്സിസ്റ്റ് ആൻ എക്സ് വൈ പാത്ത്. അതിലൊരു എക്സ് വൈ പാത്ത് ഉണ്ടാവും പി എന്ന് പറഞ്ഞത് ഇൻ ജി മൈനസ് ഇ. ദെൻ പി യൂണിയൻ ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സൈക്കിൾ ഇൻ ജി കണ്ടെയ്നിങ് ഇ. അതായത് നമ്മൾ ഇത് കോൺട്രാ പോസിറ്റീവ് ആണ് എടുത്തിരിക്കുന്നത്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയില്ലേ, അതിന് ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അതിൻ്റെ കോൺട്രഡിക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ട് എഡ്ജ് എല്ലാം എടുത്ത് ചെയ്തു. ഈ കട്ട് എഡ്ജ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജി മൈനസ് സി എന്ന് പറഞ്ഞത് ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ആ ജി മൈനസ് സി കണക്റ്റഡ് ആണെങ്കിൽ ഒരു എക്സ് വൈ പാത്ത് ഉണ്ടായിരിക്കും. ആ എക്സ് വൈ പാത്ത് പി യൂണിയൻ ഈ ഒരു ഇയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു സൈക്കിളാണെന്ന് പറയാം. അപ്പം ഈ കട്ട് എഡ്ജ് അല്ലെങ്കിൽ ആ പി ഇ എന്ന് പറഞ്ഞത് എന്തിലുണ്ടാവും, സൈക്കിളുണ്ട്. അതായത് സൈക്കിളിലായിരിക്കും എന്ന് പറയാം. ഓക്കെ, അത് കോൺട്രാ പോസിറ്റീവ് വെച്ചിട്ട്, ഇത് കോൺട്രാ പോസിറ്റീവ് വെച്ചിട്ടും ഇത് കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്നുള്ളത് ലോജിക്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് തിയറാണ്. ആൻഡ് എഡ്ജ് ഈക്വൽ ടു എക്സ് വൈ ഈസ് എ cut edge of a connected graph G if and only if there exist vertices u and v such that E belong to every uv path in G. ഇനി ഈ എന്ന് പറഞ്ഞത് ഒരു കട്ട് എഡ്ജ് ആണ് ഒരു കണക്റ്റഡ് ഗ്രാഫിൻ്റെ. അങ്ങനെയാണെങ്കിൽ രണ്ട് വേർട്ടിസസ് യു വി എന്ന് പറഞ്ഞ രണ്ട് വേർട്ടിസസ് ഉണ്ടെങ്കിൽ ഈ എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും, എല്ലാ യു വി പാത്തുകളിലും ഉണ്ടായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ലെറ്റ് ഇ ഈക്വൽ ടു എക്സ് വൈ ബി എ കട്ട് എഡ്ജ് ഓഫ് ജി. ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഈ എന്ന് പറഞ്ഞാൽ കട്ട് എഡ്ജ് ആണ്. അങ്ങനെയാണെങ്കിൽ ജി മൈനസ് ഇക്ക് എന്തുണ്ടാവും, രണ്ട് കമ്പോണൻസ് ഉണ്ടാവും, ജി വൺ ആൻഡ് ജി ടു. അതിൽ യു എന്ന് പറയുന്നത് ജി വണ്ണിൽ ബി ഓഫ് ജി വണ്ണിലും ബി എന്ന് പറയുന്നത് ബി ഓഫ് ജി ടുയിലുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്ലിയർലി യു വി പാത്തിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, ഈ ഉള്ളത് പറയാം. അത് നമ്മളിപ്പോൾ നേരത്തെ ഇതിൻ്റെ പറഞ്ഞില്ലേ, കട്ട് വേർട്ടിസസിൻ്റെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ വരുന്നു. So conversely, suppose that there exist vertices u and v satisfy the condition of the theorem. അത് ഏത് യു വി പാത്ത് എടുത്താലും അതിൽ എന്തുണ്ടായിരിക്കും, ഒരു ഇ എന്ന് പറഞ്ഞാൽ ആ ഒരു കട്ട് എഡ്ജ് ഉണ്ടായിരിക്കും. നമ്മൾ സപ്പോസ് ചെയ്തു, അല്ല എഡ്ജ് ഉണ്ടായിരിക്കും സപ്പോസ് ചെയ്തു. ഇനി ആ ഈ കട്ട് എഡ്ജ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ യു ആൻഡ് വി സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഓഫ് ദി തിയറം. ദെൻ ദർ എക്സിസ്റ്റ് നോ യു വി പാത്ത് ഇൻ ജി മൈനസ് സി. യു വി പാത്ത് ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, നോ യു വി പാത്ത് ഇൻ ജി മൈനസ് സി. സോ ദാറ്റ് ജി മൈനസ് സി എന്തായിരിക്കും, ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് സി ഈസ് എ കട്ട് എഡ്ജ് ഓഫ് ജി. യു വി പാത്തിൽ എന്തില്ല, ഒരു യു വി പാത്ത് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഈനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ അത് എന്തായിട്ട് മാറും, അത് ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറും. സോ ഹെൻസ് നമുക്ക് എന്ത് പറയാം, ഈസ് എ കട്ട് എഡ്ജ് ഓഫ് ജി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് റിമാർക്കാണ്. ഇഫ് ജി ഈസ് എ സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫ്, ഈ ഒരു ബ്രാക്കറ്റ് ഇട്ട്, ഇഫ് ജി ഈസ് എ സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ എഡ്ജ് ആൻഡ് വിത്തൗട്ട് സൈക്കിൾസ് ദെൻ എവറി എഡ്ജ് ഓഫ് ജി ഈസ് എ കട്ട് എഡ്ജ് ഓഫ് ജി. ഒരു ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫിൽ എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ എഡ്ജുള്ള ഒരു സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫ് എടുക്കുകയാണ്. ആൻഡ് വിത്തൗട്ട് സൈക്കിൾ, അതിൽ സൈക്കിളും ഇല്ല. സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫിൽ അറ്റ്ലീസ്റ്റ് വൺ എഡ്ജ് ഉണ്ടായിരിക്കും, പിന്നെന്താണ്, സൈക്കിളും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏത് എഡ്ജ് എടുത്താലും അതെന്തായിരിക്കും, അതിൻ്റെ കട്ട് എഡ്ജ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എ സിമിലർ റിസൾട്ട് ഈസ് നോട്ട് ട്രൂ ഫോർ കട്ട് വേർട്ടിസസ്. ഇതേ റിസൾട്ട് കട്ട് വേർട്ടിസസിന് ട്രൂ അല്ല. അതായത് നമ്മൾ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫ് എടുത്തു വിത്ത് അറ്റ്ലീസ്റ്റ് വൺ എഡ്ജ് ആൻഡ് വിത്തൗട്ട് സൈക്കിൾ ഇല്ലാത്ത ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ എല്ലാ എഡ്ജും എന്തായിരിക്കും, കട്ട് എഡ്ജ് ആയിരിക്കും. ബട്ട് ഈ റിസൾട്ട് വേർട്ടിസസിന് ട്രൂ ആവില്ല. ഓക്കെ, അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അടുത്തത്, കണക്റ്റഡ് ഗ്രാഫ് ജി വിത്ത് അറ്റ്ലീസ്റ്റ് ടു വേർട്ടിസസ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് ടു വേർട്ടിസസ് ദാറ്റ് ആർ നോട്ട് കട്ട് വേർട്ടിസസ്. ഒരു കണക്റ്റഡ് ഗ്രാഫ് ജി ഉണ്ട് വിത്ത് അറ്റ്ലീസ്റ്റ് ടു വേർട്ടിസസ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് ടു വേർട്ടിസസ്. അതായത് ഒരു കണക്റ്റഡ് ഗ്രാഫ് ജിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ടു വേർട്ടിസസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ആ അറ്റ്ലീസ്റ്റ് ടു വേർട്ടിസസ് എന്തായിരിക്കും, ദാറ്റ് ആർ നോട്ട് കട്ട് വേർട്ടിസസ്. അറ്റ്ലീസ്റ്റ് ടു വേർട്ടിസസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കണക്റ്റഡ് ഗ്രാഫിൽ അത് ഒരിക്കലും എന്താവില്ല, അത് കട്ട് വേർട്ടിസസ് ആവില്ല എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് സപ്പോസ് ദാറ്റ് എൻ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ,
അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ അറ്റ്ലീസ്റ്റ് 2 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2ഉം 2ന് മേലെയുള്ള എത്ര വേണമെങ്കിലും വേർട്ടിസസ് ആവാമെന്നാണ്. സോ ആദ്യം നമ്മൾ n ഓഫ് ജി നമ്പർ ഓഫ് വേർട്ടിസസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യുക. ആദ്യം ആ ഒരു കേസാണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ് യു ആൻഡ് ബി ബി ദി വേർട്ടിസസ് ഓഫ് ജി. യു വി എന്ന് പറഞ്ഞത് വേർട്ടിസസ് ആണ് ജിയിലെ. സച്ച് ദാറ്റ് ഡി ഓഫ് യു വി ഈസ് മാക്സിമം. ഡി ഓഫ് യു വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓക്കെ, ദെൻ കാരണം യുവും ഡബ്ല്യു ആണ് അവിടെ ഏറ്റവും വലിയ പാത്തായിട്ട് നമ്മൾ എടുക്കുന്നത്. ദെൻ ഇത് യു അങ്ങനെ ഒരു യുവും വിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കേട്ടോ. യു ആൻഡ് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയിലെ വേർട്ടിസസ് ആണ്. അവ തമ്മിലുള്ള പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും. ദെൻ നെയ്തർ യു നോർ വി ഈസ് എ കട്ട് വേർട്ടെക്സ് ഓഫ് ജി. ഒന്നുകിൽ യുവോ അല്ലെങ്കിൽ വിയോ എന്തായിരിക്കും? എന്തായാലും കട്ട് വേർട്ടെക്സ് ആയിരിക്കും. ബിക്കോസ് ഇഫ് യു വർ കട്ട് വേർട്ടെക്സ് ഓഫ് ജി, ജി മൈനസ് യു വുഡ് ബി ഡിസ്കണക്റ്റഡ്. ഇനി യു ആണ് കട്ട് വേർട്ടെക്സ് എങ്കിൽ ജി മൈനസ് യു ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഹാവിങ് അറ്റ്ലീസ്റ്റ് 2 കമ്പോണൻറ്റ്, 2 കമ്പോണൻ്റ് ഉള്ള ഒരു ജി മൈനസ് യു ആവും നമുക്ക് കിട്ടാം. ഇനി വേർട്ടെക്സ് വി ആണ് ഇതിലുള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജി മൈനസ് വി ആണ് അതിൻ്റെ ഡിസ്കണക്റ്റഡ് ആണ്. അപ്പോൾ ജി മൈനസ് യു ഡിസ്കണക്റ്റഡ് ആവണമെങ്കിൽ അപ്പോൾ നമുക്ക് 2 കമ്പോണൻസ് കിട്ടും. ആ 2 കമ്പോണൻറ്റിൽ ഒരു കമ്പോണൻറ്റിലാണ് വി എന്നുള്ളതെന്ന് വിചാരിക്കുക. സോ ലെറ്റ് ഡബ്ല്യു ബി എനി വേർട്ടെക്സ് ബിലോങ്ങിങ് ടു എ കമ്പോണൻറ്റ് ഓഫ് ജി മൈനസ് യു നോട്ട് കണ്ടെയ്നിങ് വി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി മൈനസ് യു, അതായത് ജിയിൽ നിന്ന് യു എന്ന് പറഞ്ഞ വേർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ഡിസ്കണക്റ്റ് ഗ്രാഫിലെ ഒരു എലമെൻ്റ് ആണ് ഡബ്ല്യു എന്ന് പറഞ്ഞത്. പക്ഷെ എന്താ വരുന്നത്? ഈ ഡബ്ല്യു വി എന്ന് പറഞ്ഞ ആ ഒരു വേർട്ടെക്സ് ഉള്ള കമ്പോണൻറ്റിലായിരിക്കരുത്. ഓക്കെ, അതാണ് കണ്ടീഷൻ. ദെൻ എവരി വി ഡബ്ല്യു പാത്ത് ഇൻ ജി മസ്റ്റ് കണ്ടെയ്ൻ യു. ഓക്കെ, ഏത് വി ഡബ്ല്യു പാത്ത് എടുത്താലും എന്തായിരിക്കും? അതിൽ ഇതപ്പോൾ നിങ്ങൾ നോക്കാം. യു വി ഡബ്ല്യു 3, ഇവിടെ അറ്റ്ലീസ്റ്റ് നമ്മൾ 2 കേസ് എടുക്കണം. ഇവിടെ 3 കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു പിക്ചർ വെച്ച് പറയുകയാണെങ്കിൽ എൻ ഓഫ് ജി നമ്പർ ഓഫ് വേർട്ടിസസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ൻ്റെ കേസസ് ആണ് എടുക്കുന്നത്. സോ യു ജി മൈനസ് യു ഈ ഒരു ഇത് വെട്ടിക്കളഞ്ഞു നമ്മൾ. ഓക്കെ, യു എന്ന് പറഞ്ഞത് കട്ട് വേർട്ടെക്സ് ആണ്. അതിന് മുന്നേ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? യുവും വിയും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് മാക്സിമം ആണെന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തിരിക്കുന്നത്. യുവും വിയും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് മാക്സിമം ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്തിട്ടുണ്ട്. ഡി യു വിയും തമ്മിലുള്ള വെർട്ടിസസ്. ദെൻ പിന്നെന്ത് പറഞ്ഞു? ഈ യുവിനെ കട്ട് വേർട്ടെക്സ് ആയിട്ട് എടുത്തു. സോ നമുക്ക് എന്താ ഈ കമ്പോണൻറ്റ് 3 എണ്ണാക്കി കിട്ടി. വി എന്ന് പറഞ്ഞത് ഒരു കമ്പോണൻറ്റിലുള്ളതാണ്. ഇനി ഡബ്ല്യു എന്ന് പറഞ്ഞ വേറൊരു വേർട്ടിസ് എടുത്തു. അത് എന്തിലാണുള്ളത്? ജി മൈനസ് യുവിലുള്ളതാണ്. ബട്ട് എന്താണ്? വേറൊരു കമ്പോണൻറ്റിലായിരിക്കാം. ഇവിടെ ഈ വേർട്ടിസസ് ഇല്ല കേട്ടോ. ഈ യു എന്ന് പറഞ്ഞ വേർട്ടിസസിൽ ഈ 3 സർക്കിൾ മാത്രമേ ഉള്ളൂ. സോ ജി മൈനസ് ഡബ്ല്യു എന്ന് പറഞ്ഞത് വേറൊരു കമ്പോണൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഡബ്ല്യു ബി എനി വേർട്ടെക്സ് ദെൻ എവരി വി ഡബ്ല്യു പാത്ത് ഇൻ ജി മസ്റ്റ് കണ്ടെയ്ൻ യു. ഇനി എങ്ങനെ നമ്മൾ വി ഡബ്ല്യു പാത്ത് വരച്ചാലും, ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വി ഡബ്ല്യു പാത്ത് വരച്ചത്. ഇങ്ങനെ വരച്ചു, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വരച്ചു. അങ്ങനെ എങ്ങനെ നമ്മൾ വി ഡബ്ല്യു പാത്ത് വരച്ചാലും എന്തായിരിക്കും? വി ഡബ്ല്യു പാത്ത് ഇൻ ജി മസ്റ്റ് കണ്ടെയ്ൻ യു. യുവിൽ എന്തായാലും കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, കോൺസിക്വൻ്റ്ലി ഡി ഓഫ് വി ഡബ്ല്യു ഈസ് ഗ്രേറ്റർ ദാൻ ഡി ഓഫ് വി യു. വിയും ഡബ്ല്യുവും തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കും എന്ത്? വിയും യുവും തമ്മിലുള്ള ഡിസ്റ്റൻസ്. കാരണം നിങ്ങൾ നോക്കുക, ഇത് ഒരു കമ്പോണൻറ്റിൽ ഇതിവിടെ പുറത്തുള്ളതാണ്. സോ നമുക്ക് ഈ കമ്പോണൻറ്റിൽ നിന്ന് ഇത്രയും ഭാഗം ഈ കമ്പോണൻറ്റിലേക്ക് വരണം. ഇത് ഇവിടെ നിന്ന് ഈ ഒരു ഔട്ട്സൈഡിലുള്ള ഈ ഒരു പോയിന്റിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു കമ്പോണൻറ്റിൽ നിന്ന് മറ്റേ കമ്പോണൻറ്റിലേക്ക് വരണം. അപ്പോൾ വിയും യുവും തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും വലുതായിരിക്കും എന്ത്? വിയും ഡബ്ല്യുവും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടി? അത് എന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. കാരണം നമ്മൾ എടുത്ത എന്താ? യുവും വിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ അത് കോൺട്രഡിക്ഷൻ ആയി. അത് കോൺട്രഡിക്ഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? കോൺട്രാക്ട് ദ ചോയ്സ് ഓഫ് യു ആൻഡ് വി ചോയ്സ് ചെയ്തതിൽ നമുക്ക് തെറ്റി. സോ ഹെൻസ് യു ഈസ് നോട്ട് എ കട്ട് വേർട്ടെക്സ് ഓഫ് ജി. യു എന്ന് പറഞ്ഞത് എന്താണ്? കട്ട് വേർട്ടെക്സ് അല്ല എന്ന് കിട്ടി. അല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദാറ്റ് ആർ നോട്ട് കട്ട് വേർട്ടിസസ്. അത് കട്ട് വേർട്ടിസസ് അല്ല നമുക്ക് കിട്ടി. സിമിലർലി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? വി കട്ട് വേർട്ടെക്സ് അല്ല എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ വിയുടെ സ്ഥലത്ത് എന്ത് കൊടുക്കുക? യു എന്ന് കൊടുക്കുക. ഇവിടെ പുറത്ത് വി എന്ന് കൊടുക്കുക. സോ വിനെ നമ്മൾ കട്ട് വേർട്ടെക്സ് ആയിട്ട് എടുത്ത് ഡബ്ല്യു വേറെയാണ്. അപ്പോൾ നമുക്ക് യു വി എന്ന് പറഞ്ഞത് മാക്സിമം ആണെന്ന് എടുക്കുക. യുവും വിയും തമ്മിലുള്ള ലെങ്ത് മാക്സിമം ആണെന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? യു മുതൽ ഡബ്ല്യു വരെയുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആണ്, അല്ല അതിനേക്കാളും വലുതാണെന്ന് കിട്ടും. സോ അതൊരു കോൺട്രഡിക്ഷൻ ആണെന്ന് കിട്ടി.
ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, എൻ ഓഫ് ജി ഈക്വൽ ടു 2 ആകുമ്പോഴത്തെ കേസ്. ഇവിടെ എൻ ഓഫ് ജി ഈക്വൽ ടു 3യും അതിൻ്റെ മേലേക്കുള്ള എല്ലാ കേസും കഴിഞ്ഞു. ഇനി അടുത്ത എൻ ഓഫ് ജി ഈക്വൽ ടു 2 ആണെങ്കിൽ ദെൻ K2 ഈസ് സ്പാനിങ് സബ്ഗ്രാഫ് ഓഫ് ജി ആൻഡ് സോ നോ വേർട്ടെക്സ് ഓഫ് ജി ഈസ് എ കട്ട് വേർട്ടെക്സ് ഓഫ് ജി. ദിസ് കംപ്ലീറ്റ്സ് ദി പ്രൂഫ് ഓഫ് തിയറം. നമ്മൾ എൻ ഓഫ് ജി ഈക്വൽ ടു 2 ആണ് വരുന്നത്. സോ K2 ഈസ് എ സ്പാനിങ് സബ്ഗ്രാഫ്. K2 ആണ് സ്പാനിങ് സബ്ഗ്രാഫ് വരിക. അപ്പോൾ K2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് വരുന്നത്. ഓക്കെ, അതിലെന്താണ്, അതിൽ എന്തുണ്ടാവില്ല, ഒരു വേർട്ടെക്സ് എന്താവില്ല, കട്ട് വേർട്ടെക്സ് ആവില്ല. കാരണം ഈ ഒരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്തു വിചാരിച്ചിട്ട് നമ്മുടെ ഗ്രാഫിന് പ്രത്യേകിച്ചൊന്നും പറ്റില്ല, ഇത് ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. നമ്മൾ ഒറ്റ വേർട്ടെക്സ് ഉള്ള ഗ്രാഫ് പോലും എന്താണ് പറയുക, കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് പറയാം. അപ്പോൾ എൻ ഓഫ് ജി ഈക്വൽ ടു K2 നമ്പർ ഓഫ് വേർട്ടിസസിൻ്റെ എണ്ണം 2 ആണെങ്കിൽ K2 എന്ന് പറഞ്ഞൊരു സ്പാനിങ് സബ് ഗ്രാഫാണ്. അതിൽ ഒരു വേർട്ടെക്സ് എന്താവില്ല, കട്ട് വേർട്ടെക്സ് ആവില്ല. സോ ദിസ് കംപ്ലീറ്റ്സ് ദി പ്രൂഫ് ഓഫ് ദി തിയറം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗറാണ് ഇത്. അടുത്തൊരു പ്രൊപ്പോസിഷൻ, എ സിമ്പിൾ ക്യൂബിക് പറഞ്ഞാൽ 3 റെഗുലർ കണക്റ്റഡ് ഗ്രാഫ് ജി ഹാസ് എ കട്ട് വേർട്ടെക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ കട്ട് എഡ്ജ്. ഒരു 3 റെഗുലർ കണക്റ്റഡ് ഗ്രാഫ്, ആ കണക്റ്റഡ് ഗ്രാഫ് എന്താണ്, ഒരു കട്ട് വേർട്ടെക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ കട്ട് എഡ്ജ്. അതിനൊരു കട്ട് എഡ്ജ് എന്തായാലും ഉണ്ടായിരിക്കുന്നു. അതേപോലെ കട്ട് എഡ്ജ് ഉണ്ടെങ്കിൽ അത് എന്തായാലും എന്തായിരിക്കും, കട്ട് വേർട്ടെക്സ് ആയും. സോ ലെറ്റ് ജി ഹാവ് എ കട്ട് വേർട്ടെക്സ് V0. ജിക്ക് ഒരു കട്ട് വേർട്ടെക്സ് ഉണ്ട്, V0 എന്ന് എടുത്തു. ലെറ്റ് V1 V2 V3 ബി ദ വേർട്ടിസസ് ഓഫ് ജി. V1 V2 V3 എന്ന് പറഞ്ഞത് ജിയിലെ വേർട്ടിസസ് ആണ്. ദാറ്റ് ആർ അഡ്ജസെന്റ് ടു V0. V0നുമായിട്ട് അഡ്ജസെന്റ് ചെയ്യുന്ന വേർട്ടിസസ് ആണ്. എൻ്റെ ഫിഗർ ഉണ്ടാവും. V0 എന്ന് പറഞ്ഞൊരു വേർട്ടിസസ് എടുത്തു. V1 V2 V3 എന്നൊക്കെ പറഞ്ഞ എന്താണ്, വേറെ വേർട്ടിസസ് ആണ്. സോ V0നുമായിട്ട് അഡ്ജസെന്റ് ചെയ്യുന്ന വേർട്ടിസസ് ആണ് V1 V2 V3 നമ്മൾ കൊടുത്തു. സോ ബിലോങ് ടു ദി സെയിം കമ്പോണന്റ് G മൈനസ് V0. ഇനി കൺസിഡർ G മൈനസ് V0. ഇനി G മൈനസ് V0 നമ്മൾ കൺസിഡർ ചെയ്യണം വിച്ച് ഹാസ് ഏത് 2 or 3 കമ്പോണൻസ്. അതിൽ എന്തുണ്ടായിരിക്കും, 2 or 3 കമ്പോണന്റ് ഉണ്ടാവും. ഇപ്പോൾ ആദ്യം 3 കമ്പോണന്റ് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ V0നെ ഡിലീറ്റ് ചെയ്യണം. V0 നമ്മൾ ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഒന്നുകിൽ 3 കമ്പോണന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 കമ്പോണന്റേ ഉള്ളൂ. ഒരിക്കലും എന്തേ വരില്ല, ഒരു കമ്പോണന്റ് വരില്ല. അതായത് V0 V1 ഇവിടെ, V2 ഇവിടെ, V3 ഇവിടെ, ഇതിൽ നിന്നൊക്കെ കണക്ഷൻ വരുന്ന രീതിയിൽ V0 വരില്ല. കാരണം V0നെ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ നമ്മൾക്ക് അത് എന്തായിരിക്കണം, കട്ട് വേർട്ടെക്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ V0നെ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഒറ്റ കമ്പോണന്റ് ആയിട്ട് വരില്ല. അപ്പോൾ 4 കമ്പോണന്റ് വരില്ല. കാരണം ആകെ V1 V2 V3 ഉള്ളൂ. സോ 4 കമ്പോണന്റ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു V0 എന്ന് പറഞ്ഞത് V1ഉമായിട്ടും V2 ആയിട്ടും V3 ആയിട്ടും അഡ്ജസെന്റ് ഉള്ളതാണ്. V0നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ 3 കമ്പോണന്റ് വരും, അല്ലെങ്കിൽ എന്ത് വരും, 2 കമ്പോണന്റ് വരും. ഓക്കെ, ഇഫ് G മൈനസ് V0 ഹാസ് 3 കമ്പോണന്റ്. ഇനി G മൈനസ് V0 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കമ്പോണന്റ് ഉള്ളതിലാണെന്ന് വിചാരിക്കാം. സോ നോ 2 ഓഫ് V1 V2 ആൻഡ് V3 ക്യാൻ ബിലോങ് ടു ദി സെയിം കമ്പോണന്റ്. V1 V2 V3 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 എണ്ണം എന്തിലായിരിക്കും, സെയിം കമ്പോണന്റ് ഓഫ് G മൈനസ് V0ലായിരിക്കും. ഇൻ ദിസ് കേസ് ഈച്ച് ഓഫ് V0 V1 V0 V2 ആൻഡ് V0 V3 ഈസ് എ കട്ട് എഡ്ജ് ഓഫ് G. നമുക്ക് എന്ത് പറയാം, ഈ ഒരു കേസിൽ ഒന്നുകിൽ V0 V1 കട്ട് ചെയ്യാം. നമ്മൾ 3 കമ്പോണന്റ് കേസല്ലേ പറഞ്ഞത്, 3 കമ്പോണന്റ് കേസ്, ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ V1ഉം V2ഉം V3 എന്തായിരിക്കും, 3 കമ്പോണന്റിലായിരിക്കും. ഇവിടെ V0 നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമുക്ക് എന്താ, ഇപ്പോൾ V0 പറഞ്ഞാൽ കട്ട് വേർട്ടെക്സ് ആണെന്ന് കിട്ടി. കട്ട് വേർട്ടെക്സ് ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, V0 V1 അല്ലെങ്കിൽ V0 V2 അല്ലെങ്കിൽ V0 V3 എന്ന് പറഞ്ഞത് എന്തായിരിക്കും, കട്ട് എഡ്ജ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കട്ട് എഡ്ജ് പറഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കും, ഡിസ്കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തു, നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയോ, ഇല്ല. കാരണം ബാക്കി ഈ 2 എഡ്ജ് എന്താണ്, കണക്റ്റഡ് ആണ്. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുമോ, ഇല്ല. അപ്പോൾ എന്തായാലും ഈ 3 എണ്ണം എന്തായിരിക്കണം, ആ 3 എണ്ണം എന്തായിരിക്കും, കട്ട് എഡ്ജുകളായിരിക്കും. V0 V1 V0 V2 ആൻഡ് V0 V3 കട്ട് എഡ്ജ് ആയിരിക്കും. ഇൻ ദി കേസ് വെൻ G മൈനസ് V0 ഹാസ് ഓൺലി 2 കമ്പോണന്റ്. ഇനി അതാണ് 3 കമ്പോണന്റിലാണെങ്കിൽ ആ 3 വേർട്ടിസസ്, ആ 3 എഡ്ജസും ഡിലീറ്റ് ചെയ്താലേ എന്ത് വരുള്ളൂ, നമ്മളുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. കാരണം V0 എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർട്ടിസസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാവുക, ഇങ്ങനെ ആയിട്ട് പോകും. ഓക്കെ, ഇത് അവിടെ നിൽക്കും. V1 എന്ന് പറഞ്ഞാൽ ഇതൊരു വേറെ കമ്പോണൻ്റ് ആയിട്ട് മാറും. ഇതിൽ ഇത്ര മാത്രമല്ല, പിന്നെ V1 നിന്ന് അങ്ങോട്ടും V2 നിന്ന് വേറെ അങ്ങോട്ടൊക്കെ കണക്ഷൻ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ V1 ഒറ്റയ്ക്കാന്ന് വിചാരിക്കേണ്ട, V1 വേറെ എഡ്ജസ് ഉണ്ട്,
വേറെ വേർട്ടിക്സുകളുണ്ട്. അതുപോലെ V2ലും വേറെ വേർട്ടിസസ് ഉണ്ട്, V3ലും വേറെ വേർട്ടിസസ് ഉണ്ട്. നമ്മളോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ, V0 കണക്ട് ചെയ്യുന്ന 3 എഡ്ജസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതാണ് നമ്മൾ V1, V2, V3 ആയിട്ട് എടുത്തത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് നോക്കാം, G-V0 ആസ് ഓൺലി 2 കമ്പോണൻറ്റ്, 2 കമ്പോണൻറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കാം. വൺ ഓഫ് ദി വേർട്ടിസസ് സേ V1 ബിലോങ് ടു 1 കമ്പോണൻറ്റ്, V1 എന്ന് പറഞ്ഞ ഒരു കമ്പോണൻറ്റിലും V2 V3 തമ്മിൽ ഒരു കമ്പോണൻറ്റിലുമാണ് കിടക്കുന്നത് വിചാരിക്കാം. എന്നിട്ട് അതർ കമ്പോണൻറ്റ്, ഇൻ ദിസ് കേസ് V0 V1 ഈസ് എ കട്ട് എഡ്ജ്. ഈ ഒരു കേസിൽ നമുക്ക് എന്ത് പറയാം, V0 V1 എന്ന് പറഞ്ഞത് എന്തായിരിക്കും, കട്ട് എഡ്ജ് ആയിരിക്കും. V0 V1 is a cut edge. V0 V1 is a cut edge എന്ന് പറയാം. സോ അതായത് ഈ ഒരു എഡ്ജ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി കിട്ടി, ഇതൊറ്റ കമ്പോണൻ്റ് ആയിട്ട് കിട്ടി. ഇത് ഒരു വേറൊരു കമ്പോണൻറ്റ്, ഇതൊരു കമ്പോണൻറ്റ്. ഇതിൽ നിന്ന് കണക്ഷൻ പോയാലും നമുക്ക് എന്തില്ല, കുഴപ്പമില്ല. കാരണം ഇത് രണ്ടും ഒരൊറ്റ ഇതിലാണ് കമ്പോണൻറ്റിലാണ് വരുന്നത്. സോ ഇവിടെ ഇത് കട്ട് ചെയ്താലും നമുക്ക് വേറെ രണ്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു എഡ്ജെങ്കിലും എന്തുണ്ടായിരിക്കും, ഒരു വേർട്ടെക്സ് കട്ട് വേർട്ടെക്സ് ആണെങ്കിൽ ഏതെങ്കിലും ആ ഒരു ഗ്രാഫിൽ ഏതെങ്കിലും ഒരു എഡ്ജ് എന്തായാലും കട്ട് എഡ്ജ് ആവും എന്നാണ് നമ്മളുടെ എന്ത് വരുന്നത്, തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് E എന്ന് പറഞ്ഞത് ഒരു കട്ട് എഡ്ജ് ആണെന്ന് സപ്പോസ് ചെയ്യാം. ദെൻ ദി ഡിലീഷൻ ഓഫ് U റിസൾട്ട്സ് ഇൻ ദി ഡിലീഷൻ ഓഫ് ദി എഡ്ജസ് UV. അതായത് ഈ ഒരു E എന്ന് പറഞ്ഞത് ഒരു കട്ട് എഡ്ജ് ആണെങ്കിൽ അവിടെ UV എന്ന് പറഞ്ഞത് എന്തായിരിക്കും, ഒരു 2 വേർട്ടിസസ് ആയിട്ട് തന്നെ നിൽക്കണമായിരിക്കും. സിൻസ് G ഈസ് ക്യൂബിക്, G എന്ന് പറഞ്ഞാൽ ക്യൂബിക് ആണ്. സോ G - U ഈസ് ഡിസ്കണക്റ്റഡ്. അക്കോർഡിംഗ്ലി U ഈസ് എ കട്ട് വേർട്ടെക്സ് ഓഫ് G. അപ്പോൾ നമുക്ക് എന്ത് പറയാം, G ഒരു ക്യൂബിക് ആണ്. G ഒരു ക്യൂബിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് എഡ്ജ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഈ എന്താണ്, ദെൻ ദി ഡിലീഷൻ ഓഫ് U റിസൾട്ട്സ് ഇൻ ദി ഡിലീഷൻ ഓഫ് ദി എഡ്ജ് UV. അതായത് യുവിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാണ്. അതായത് ഈ കട്ട് എഡ്ജ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, E എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ എന്തേ വരുള്ളൂ, U എന്ന് പറഞ്ഞൊരു വേർട്ടെക്സും V എന്ന് പറഞ്ഞൊരു വേർട്ടെക്സും ഉണ്ടാവും. സിൻസ് G ഈസ് ക്യൂബിക്, നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂബിക് ആണ് പറഞ്ഞിട്ടുണ്ട്. സോ G - U ഈസ് ഡിസ്കണക്റ്റഡ്. അക്കോർഡിംഗ്ലി U ഈസ് എ കട്ട് വേർട്ടെക്സ് ഓഫ് G. അപ്പോൾ G - U എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും, ഡിസ്കണക്റ്റഡ് ആയിരിക്കും. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, U എന്ന് പറയുന്നത് കട്ട് വേർട്ടെക്സ് ആണെന്ന് പറയാം. കാരണം ഒരു UVയിൽ യുവിന് എന്തുണ്ടായിരിക്കും, ഡിഗ്രി 3 ആയിരിക്കും. G ക്യൂബിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 റെഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഡിഗ്രി 3 ആയിരിക്കും എന്നാണ് മീനിങ്. അപ്പോൾ യുവിൽ നിന്ന് വേറെ 2 വേർട്ടെക്സുകളും പോകുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ വിയിൽ നിന്ന് എന്തുണ്ടായിരിക്കും, വേറെ 2 വേർട്ടെക്സും കണക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ യുവിനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തായിട്ട് മാറും, G ഒരു ക്യൂബിക് ആയതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു വേർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ ഗ്രാഫ് എന്തായിട്ട് മാറും, അതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫായിട്ട് മാറും. ഓക്കെ, അപ്പോൾ കട്ട് എഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിലൊരു കട്ട് വേർട്ടെക്സ് ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്